കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ കേസിൽ അറസ്റ്റിലായ കെഎസ്യു നേതാവ് കെ.എസ്. ഷാലിക്കും ആഷിഖും മുൻപും ലഹരി ഇടപാട് നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ, നഗരത്തിലെ ലഹരി വിൽപ്പനക്കാർ എന്നിവരിൽ നിന്നാണ് ഇവർ കഞ്ചാവ് വാങ്ങിയിരുന്നതെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കെ.എം. ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കെ.എം. ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അറസ്റ്റിലായ കെഎസ്യു നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് മറുപക്ഷത്ത് ഇതിൽ ഒന്നും പെടാത്ത ഒരു SFIക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രതിപക്ഷത്തിന്റെയും ഒപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ കൃത്യമായ KSUയുടെ കൃത്യമായ പങ്ക്, KSU പ്രവർത്തകരുടെ പങ്ക്, അതെല്ലാം വ്യക്തമാവുന്ന ദൃശ്യങ്ങളും ഒപ്പം കൂടുതൽ വിവരങ്ങളുമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, കഞ്ചാവ് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ KSU നേതാക്കളായ ഷാലിക്ക്, ആഷിഖ്, ഈ രണ്ടുപേരെക്കുറിച്ചും കൂടുതൽ പ്രധാനപ്പെട്ട നിർണായകമായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമായി എന്നുള്ള വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നു. മുൻപും പലതവണ ഇത്തരത്തിൽ ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് ഇവർ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവർ എവിടെ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് ലഭിക്കുന്നതെന്നത് സംബന്ധിച്ചൊരു പരിശോധനയും പോലീസ് നടത്തി. അപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതര സംസ്ഥാനക്കാരായ ചില ലഹരി മാഫിയയിൽപ്പെട്ട ഇതര സംസ്ഥാനക്കാരായ ചിലർ, ഒപ്പം നഗരത്തിലെ ചില ലഹരി ഇടപാടുകാർ, ഇവരിൽ നിന്നൊക്കെയാണ് ഈ ഷാലിക്കും ആഷിഖും കഞ്ചാവ് ശേഖരിച്ചിരുന്നത്. അവരിൽ നിന്ന് കിലോയ്ക്ക് 18,000 രൂപ നിരക്കിലൊക്കെയാണ് കഞ്ചാവ് അവരിൽ നിന്ന് ശേഖരിച്ചിരുന്നത്. തുടർന്ന് ഈ ആവശ്യക്കാർക്ക് 24,000 മുതൽ 30,000 രൂപ വരെ വിലയ്ക്ക് ഈ കഞ്ചാവ് വിറ്റിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഇത് ഈ കണ്ണികളായി ഇനിയും ഒട്ടേറെ പേർ ഉണ്ട് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പശ്ചിമ ബംഗാൾ സ്വദേശിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇവർക്ക് കഞ്ചാവ് നൽകിയത് ഇയാളാണ് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തിയെങ്കിലും അവിടെ നിന്ന് അയാൾ മുങ്ങി. ഉടനെ തന്നെ അയാളെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ട്. ഇതുകൂടാതെ ഈ KSU നേതാക്കളായ ഷാലിഖും ആഷിഖും രണ്ടുപേരും 2022-2025 ബാച്ചിൽപ്പെട്ടവരാണ്. അവിടുത്തെ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ്. പക്ഷേ അവർ ഇതിനു മുൻപ് സെം ഔട്ടായിപ്പോയി. അതിന് കാരണം ആവശ്യമായ ഹാജർ ഉണ്ടായിരുന്നില്ല, പഠന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അവർ സെം ഔട്ടായി. ഈ സെം ഔട്ടായതിനു ശേഷം 2023 സെം ഔട്ടാവുന്നത്. അതിനുശേഷവും ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഈ ഷാലിക്ക് കഞ്ചാവ് ഉപയോഗിച്ച ശേഷം ലഹരിയുമായി ഇവിടേക്ക് ഈ ഹോസ്റ്റലിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇയാൾ അവിടേക്ക് വരുന്ന സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ സംശയാസ്പദമായ രീതിയിൽ ഈ ഷാലിക്കിനെ കണ്ടപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ ഷാലിക്കിനെ തടഞ്ഞു. പക്ഷേ അയാളെ ആക്രമിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കോളേജ് ക്യാമ്പസിനകത്ത് പലതരത്തിലുള്ള പരാക്രമങ്ങളും നടത്തി. പിന്നീട് അധ്യാപകരും ഒക്കെ ഇടപെട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് ഷാലിക്കിനെ അവിടെ നിന്ന് കൊണ്ടുപോയത് തുടങ്ങിയ അടക്കമുള്ള വിവരങ്ങളാണ് വരുന്നത്. ഏതായാലും ഇവർക്കെതിരെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒപ്പം ഇവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് എന്നുള്ള പരിശോധനയും പോലീസ് നടത്തി വരികയാണ്. ശരി, കെ.എം. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.